യുഗസ്ലോവിയയിൽ ജനിച്ചൊരാൾ കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ എങ്ങനെയിരിക്കും? വെറൈറ്റി ആയിരിക്കില്ലേ? മത്സരിക്കുന്നത് ഐസക് ന്യൂട്ടന്റെ മകനായാലോ? അതിലും വെറൈറ്റി ആകും. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ വെറൈറ്റി അനുവദിച്ചില്ല. പറഞ്ഞു വന്നത് പത്തനംതിട്ട കവിയൂരിലെ 12ാം വാർഡിലെ UDF സ്ഥാനാർത്ഥിയുടെ കാര്യമാണ്. നേതാക്കളുടെ വാക്കു വിശ്വസിച്ച് കാശും സമയവും ചെലവഴിച്ച് പ്രചാരണത്തിന് ഇറങ്ങിയെങ്കിലും പത്രികയിൽ നേതാക്കൾ തന്നെ വിവരങ്ങൾ തെറ്റിച്ചെഴുതി നൽകിയതോടെ പത്രിക തള്ളിപ്പോയി. ഇനി തെറ്റായി പൂരിപ്പിച്ച വിവരങ്ങൾ എന്തൊക്കെയാണെന്നറിഞ്ഞാൽ നിങ്ങളുടെ കണ്ണു തള്ളും. ജനന തീയതി 10/34/1894. ജനനസ്ഥലം കുരിശുമല, യുഗോസ്ലേവിയ. അച്ഛന്റെ പേര് ഐസക് ന്യൂട്ടൻ. ഇനി കുറച്ച് ഗൗരവമുള്ളൊരു കാര്യം പറയാം. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ നോമിനേഷൻ പ്രക്രിയയും സൂക്ഷ്മ പരിശോധനയും പൂർത്തിയായപ്പോൾ 8000-ലധികം വാർഡുകളിൽ BJPക്ക് സ്ഥാനാർത്ഥികളില്ല. ഇവിടങ്ങളിൽ കോൺഗ്രസുമായി ധാരണയിലെത്തിയ BJPക്ക് അവരുടെ നേതാക്കൾ മത്സരിക്കുന്ന സീറ്റിൽ ദുർബലരായ ഘടകകക്ഷികൾക്ക് സീറ്റ് നൽകി കോൺഗ്രസും സഹായിച്ചിട്ടുണ്ട്. ഈ പരസ്പര ധാരണയുടെ ഉദാഹരണമാണ് മുകളിൽ പറഞ്ഞത്. പത്തനംതിട്ടയിലെ കവിയൂർ പഞ്ചായത്തും 12ാം വാർഡും ഭരിക്കുന്നത് BJPയാണ്. 2020-ൽ 2 സീറ്റിന്റെ ഭൂരിപക്ഷത്തിലാണ് BJPക്ക് ഭരണം ലഭിച്ചത്. എന്നിട്ടും മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസ് മനഃപൂർവ്വം തെറ്റായ വിവരങ്ങൾ നൽകി പത്രിക തള്ളിക്കുന്നത് അബദ്ധമല്ല, പച്ചയായ BJP UDF ബാന്ധവമാണ്.